بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. വചനം 1. സബ്ബഹ ലില്ലാഹി, അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു. മാഫിസ് സമാവാതി, ആകാശത്തിലുള്ളവ. വമാഫിൽ അർളി, ഭൂമിയിലുള്ളവയും. വഹുവൽ അസീസു, അവൻ പ്രതാപശാലിയത്രേ. അൽ ഹക്കീം, അഗാധജ്ഞനായ, യുക്തിമാനായ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം തന്നെ അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു. അവൻ അഗാധജ്ഞനായ പ്രതാപശാലിയായുള്ളവനത്രേ. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار. വചനം 2. ഹുവ, അവൻ. അല്ലദീ അഖ്റജ, പുറത്താക്കിയവനാണ്. അല്ലദീന കഫറു, അവിശ്വസിച്ചവരെ. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്. മിൻ ദിയാരിഹിം, അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന്. ലി അവ്വലിൽ ഹശ്രി, ഒന്നാമത്തെ തുരത്തലിൽ, നാടുകടത്തലിനു വേണ്ടി. മാ ലനൻതും, നിങ്ങൾ ധരിച്ചില്ല. അൻ യഖ്റുജു, അവർ പുറത്തു പോകുമെന്ന്. വലന്നു, അവർ ധരിക്കുകയും ചെയ്തു. അന്നഹും, നിശ്ചയമായും അവരാണെന്ന്. മാനിഅതുഹും, അവരെ തടയുന്നതാണെന്ന്, രക്ഷിക്കുന്നതാണെന്ന്. ഹുസൂനുഹും, അവരുടെ കോട്ടകൾ. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്. ഫഅതാഹുമുല്ലാഹു, എന്നാൽ അല്ലാഹു അവരുടെ അടുക്കൽ ചെന്നു. മിൻ ഹൈസു, വിധത്തിൽ കൂടി, വിധേന. ലം യഹ്തസിബു, അവർ വിചാരിക്കാത്ത, കണക്കാക്കാത്ത. വഖദഫ, അവൻ ഇടുകയും ചെയ്തു. ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. അർ-റുഅബ, ഭീതി, പേടി. യുഖ്രിബൂന, അവർ കേടുവരുത്തിയിരുന്നു, നാശപ്പെടുത്തിയിരുന്നു, ശൂന്യമാക്കിയിരുന്നു. ബുയൂതഹും, തങ്ങളുടെ വീടുകളെ. ബിഐദീഹിം, തങ്ങളുടെ കൈകളാൽ. വഅയ്ദിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ കൈകളാലും. ഫഅ്തബിറൂ, അപ്പോൾ ഉറ്റാലോചിക്കുവീൻ. അതിനാൽ ഉറ്റാലോചിക്കുവീൻ, ചിന്തിക്കുവീൻ. യാ ഉലിൽ അബ്സാർ, കാഴ്ചകൾ ഉള്ളവരെ, കണ്ണുകൾ ഉള്ളവരെ. വേദക്കാരിൽ നിന്നും അവിശ്വസിച്ചവരെ ഒന്നാമത്തെ തുരത്തലിൽ തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്താക്കിയവനാണവൻ. അവർ പുറത്തുപോകുമെന്ന് നിങ്ങൾ ധരിച്ചില്ല. തങ്ങളുടെ കോട്ടകൾ തങ്ങളെ അള്ളാഹുവിൽ നിന്നും തടുത്തു രക്ഷിക്കുന്നവയാണെന്നവർ ധരിക്കുകയും ചെയ്തു. എന്നാൽ അവർ കണക്കാക്കത്തക്ക വിധത്തിൽ കൂടി അള്ളാഹു അവരുടെ അടുക്കൽ ചെന്നു. അവരുടെ ഹൃദയങ്ങളിൽ അവൻ ഭീതി ഇട്ടേക്കുകയും ചെയ്തു. തങ്ങളുടെ വീടുകളെ അവർ തങ്ങളുടെ കൈകളാൽ നശിപ്പിച്ചിരുന്നു, സത്യവിശ്വാസികളുടെ കൈകളാലും നശിപ്പിച്ചിരുന്നു. അപ്പോൾ കാഴ്ചയുള്ള ആളുകളെ, നിങ്ങൾ ഉറ്റാലോചിച്ചു നോക്കുവിൻ. ولولا أن كتب الله عليهم الجلاء لعذبهم في الدنيا
ولهم في الآخرة عذاب النار. വചനം 3. വലൗല ഇല്ലെങ്കിലും ഇല്ലായിരുന്നാലും അൻകതബ എഴുതിവെക്കൽ, രേഖപ്പെടുത്തൽ, നിയമിക്കൽ, അല്ലാഹു അലൈഹിം അവരുടെ മേൽ അൽ ജലാഅ നാടുവിടൽ, വെളിക്കുപോകൽ, കന്നുപോക്ക്, ലഅദ്ദബഹും അവരെ അവൻ ശിക്ഷിക്കുക തന്നെ ചെയ്യുമായിരുന്നു, ഫിദ്ദുനിയ ഇഹത്തിൽ, വലഹും അവർക്കുണ്ട് ദാനും, ഫിൽ ആഖിറതി പരലോകത്തിൽ, അദാബുന്നാർ നരകശിക്ഷ. ഈ നാട് കടന്നുപോകൽ അവരുടെ മേൽ അള്ളാഹു വിധിച്ച് രേഖപ്പെടുത്തലുണ്ടായിരുന്നില്ലെങ്കിലും ഇഹത്തിൽ വെച്ച് അവരെ അവൻ മറ്റുവിധേന ശിക്ഷിക്കുക തന്നെ ചെയ്യുമായിരുന്നു. പരലോകത്തിൽ നരകശിക്ഷയും അവർക്കുണ്ട്. 1-2 വചനങ്ങളുടെ വിശദീകരണം. മുമ്പ് പറഞ്ഞതുപോലെ നദീർ ഗോത്രക്കാരായ യഹൂദികളെ നാടുകടത്തിയ സംഭവത്തെക്കുറിച്ചാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത്. ഒന്നാമത്തെ തുരത്തിവിടൽ അവ്വലുൽ ഹശർ എന്നു പറഞ്ഞതിൽ നിന്ന് അവരെ തുരത്തിവിടുന്ന സംഭവം ഇതുകൂടാതെ വേറെയും ഉണ്ടാകുമെന്ന് ധ്വനിക്കുന്നുവല്ലോ. അതെ, അവരുടെ അക്രമ പ്രവർത്തനങ്ങൾ വീണ്ടും അവർ തുടർന്നു വന്നതുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഖൈബറിൽ നിന്ന് രണ്ടാമതും അവർ പുറത്താക്കപ്പെടുകയുണ്ടായി. തങ്ങളുടെ ശക്തമായ കോട്ടകളിൽ അടച്ചിരുന്നാൽ മുസ്ലിങ്ങൾക്ക് അവരെ പുറത്തിറക്കുവാൻ സാധ്യമല്ലെന്ന് അവർ കരുതി. സാധാരണ നിലക്ക് നോക്കുമ്പോൾ അവർ സ്വയം പുറത്തിറങ്ങുമെന്ന് വിചാരിക്കുവാൻ മുസ്ലിങ്ങൾക്കും വഴിയുണ്ടായിരുന്നില്ല. പക്ഷേ അള്ളാഹു അവരുടെ മനസ്സിൽ ഭീതി നിറച്ചു. തങ്ങൾ ഒഴിച്ചു പോകേണ്ടി വരുമെന്ന് കണ്ടപ്പോൾ മുസ്ലിങ്ങൾക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്ന തങ്ങളുടെ വസ്തുക്കൾ കഴിവതും നഷ്ടപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ അവരുടെ വീടുകൾ അവരുടെ കരങ്ങൾ കൊണ്ട് തന്നെ അവർ നശിപ്പിച്ചിരുന്നു. അവർ വെളിക്ക് വരാൻ നിർബന്ധിതരാകേണ്ടുന്നതിനു വേണ്ടി മുസ്ലിങ്ങളും കുറെ നശിപ്പിച്ചിരുന്നു. അതാണ് അള്ളാഹു ഈ വചനത്തിൽ ചൂണ്ടിക്കാണിച്ചത്. കേവലം എതിർവശത്തുള്ള പട്ടാളശക്തിയോ ആയുധബലമോ കൊണ്ടല്ല ഇത്രയും ദയനീയ നിലയിൽ അവർ എത്തിച്ചേർന്നതെന്ന് വ്യക്തമാണ്. എന്നിരിക്കെ കാഴ്ചയും മനസ്സാക്ഷിയുമുള്ളവർക്കെല്ലാം ഇതിൽ ചിന്തിക്കുവാനും പാഠങ്ങൾ മനസ്സിലാക്കുവാനും വകയില്ലേ? തീർച്ചയായും ഉണ്ട്. അറേബ്യയിൽ പ്രത്യക്ഷപ്പെടുന്ന പല പ്രവാചകന്മാരാലും പ്രവചനം ചെയ്യപ്പെട്ടിരുന്ന പ്രവാചകന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ശതക്കണക്കായ വർഷങ്ങളായി യസ്രിബിൽ അഥവാ മദീനായിൽ വന്ന് കുടിയേറി പാർത്തിരുന്നവരാണ് അവിടുത്തെ യഹൂദികൾ. പക്ഷേ ആ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തങ്ങളുടെ വർഗത്തിൽ അഥവാ ഇസ്രായേലിൽപ്പെട്ട ആളല്ലാത്തതിനാലും ചിരകാലമായി തങ്ങളുടെ മൂടുറച്ചു കഴിഞ്ഞ പല ദുഷിച്ച പാരമ്പര്യങ്ങളെയും അദ്ദേഹം അനുകൂലിക്കാത്തതിനാലും അദ്ദേഹത്തോട് അവർ അസൂയയും ശത്രുതയും വെച്ചു പുലർത്തുകയാണ് ചെയ്തത്. മൂസ അലൈഹിസ്സലാം നബിയുടെ കാലം മുതൽ ഇതുവരേക്കുള്ള അവരുടെ ചരിത്രവും സമ്പ്രദായവും നോക്കുമ്പോൾ അവരവിടെ നിവസിക്കുന്ന കാലത്തോളം ഇസ്ലാമിന് അവിടെ സ്വൈര്യവിഹാരം കൊള്ളുവാൻ നിവൃത്തിയില്ല എന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് അവരെ അവിടെ നിന്ന് തുരത്തിവിടുവാൻ അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. അത് നടപ്പിൽ വരികയത്രേ ഇപ്പോൾ ചെയ്തത്. ഇസ്ലാമിന്റെ മറ്റു ശത്രുക്കളോട് കാണിക്കപ്പെട്ടിട്ടില്ലാത്ത കർശനം ഇവരുടെ കാര്യത്തിൽ സ്വീകരിക്കുവാൻ അതാണ് കാരണം. അള്ളാഹു പറയുന്നു,